ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇനി വരാനിരിക്കുന്ന അടുത്ത ആഴ്ചയിലെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനലെ ആദ്യമായിട്ടൊന്ന് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പം നേരെ ഞാൻ നെക്സ്റ്റ് വീക്ക് പ്രമോയിലേക്ക് കടക്കാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ നിങ്ങൾ കണ്ടു കാണും. അതിന്റെ ലാസ്റ്റ് ഭാഗം മുതലാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ സച്ചിനെ രേവതി പോലീസ് സ്റ്റേഷനിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് രേവതി സച്ചിനെ അല്ല രക്ഷിച്ചുകൊണ്ട് വരുന്നത്, സോറി, സച്ചിയുടെ വണ്ടിയാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ നമ്മുടെ രേവതി ഇടപെട്ടിട്ട് ആ ബാറിൽ പോയി CCTV ദൃശ്യങ്ങളൊക്കെ മേടിച്ച് സ്റ്റേഷനിൽ കൊടുത്ത് അവിടെ നിന്ന് നമ്മുടെ രേവതിയും ശ്രീകാന്തും കൂടി ചേർന്നാണ് സച്ചിനെയും വണ്ടിനെയും കൂടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അതിനു മുമ്പായിട്ട് തന്നെ നമ്മുടെ സച്ചിയുടെ രേവതിയുടെ ഒരു വീഡിയോ വൈറലാകുന്നുണ്ട്. അത് വേറൊന്നും അല്ല കേട്ടോ, സച്ചിയുടെ ഒരു വീഡിയോ വൈറലായി കഴിഞ്ഞല്ലോ. അതുകൊണ്ട് നാട്ടുകാരെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് സച്ചി ഒരു മുഴുകുടിയനാണ്, സച്ചി കുടിച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നതെന്നൊക്കെ. അപ്പൊ അത് തിരുത്തണമെങ്കിൽ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ തെറ്റാണ്, എല്ലാവരുടെയും തെറ്റിദ്ധാരണയായിരുന്നു, സച്ചി കള്ളു കുടിച്ചിട്ടില്ല എന്ന് തെളിയണമല്ലോ. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മുടെ രേവതി ഇത്രയും കഷ്ടപ്പെട്ടത്. അങ്ങനെ രേവതിയും സച്ചിയും കൂടി ചേർന്ന് ഒരു ലൈവ് ചെയ്യാണ്. അപ്പം ആ ഒരു ലൈവില് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെയാണ് ലൈവ് ചെയ്യുന്നത്. ആരാണ് ഇത് ചെയ്തത് എന്ന് സഹിതം ആ ലൈവിൽ പറയുന്നുണ്ട്. നമ്മുടെ ആന്റണീനെ പിടിച്ചോണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ പോലീസാണ് ആന്റണീനെ പിടിച്ചോണ്ട് വരുന്നത്. ആന്റണി ജയിലിലേക്ക് റിമാൻഡ് ചെയ്യും, അങ്ങനെ എങ്ങാണ്ടാണ് കേട്ടോ നമ്മുടെ ആന്റണീനെ. അപ്പം ആന്റണിക്ക് ഒരു പൊട്ടീരൊക്കെ വെച്ച് നമ്മുടെ സച്ചി കൊടുക്കുന്നുണ്ട്. അത് വെറുതെ ഒന്നുമല്ല, രേവതി പറഞ്ഞു എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അവന് 2 പൊട്ടീര് കൊടുക്കണമെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ രേവതിയുടെ മുമ്പിൽ വെച്ച് തന്നെ പോലീസ് സ്റ്റേഷനിലിട്ട് 2 പൊട്ടീര് കൊടുക്കുന്നുണ്ട്. പിന്നെ പോലീസ് കയറി ഇടപെട്ടിട്ട് വലിയ പ്രശ്നമില്ലാതെ അങ്ങ് ഒതുക്കി തീർത്ത് വിട്ടു കേട്ടോ. ഒതുക്കി തീർത്ത് വിട്ടെന്ന് പറഞ്ഞാൽ ആന്റണീനെ ഏതായാലും പോലീസ് കസ്റ്റഡി വെച്ചിട്ടുണ്ട്. ഇപ്പൊ റിമാൻഡിന് എങ്ങാണ്ട് വിട്ടേക്കാണ്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ ഈ ഒരു സത്യാവസ്ഥ അറിയാണ്. സച്ചി രേവതി വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ രവീന്ദ്രന് ഫോണിൽ കൂടി ഇവരുടെ ലൈവ് കാണുകയാണ്. അപ്പൊ ലോകമെമ്പാടും ഈ ലൈവ് പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സച്ചി നിരപരാധിയാണെന്ന് ലോകമെമ്പാടും അറിയുകയാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ രവീന്ദ്രനും അറിഞ്ഞു. അപ്പൊ രവീന്ദ്രൻ ഈ വീഡിയോ കണ്ടിട്ട് അങ്ങ് സഹിക്കുന്നില്ല കേട്ടോ. എൻ്റെ ദൈവമേ, എൻ്റെ മോനെ ആണല്ലോ ഞാൻ ഇതൊക്കെ പറഞ്ഞത്, എൻ്റെ മോനെ ഞാൻ അടിക്കാൻ വരെ കൈ ഓങ്ങിയല്ലോ, ഞാൻ എന്തൊരു മഹാഭാവിയാണ് ഈശ്വര, അവൻ എന്നോട് എന്തോരം കാല് പിടിച്ച് പറഞ്ഞതാ, അവൻ ചെയ്തിട്ടില്ല എന്നിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് വിഷമത്തോടുകൂടി. അപ്പൊ ചന്ദ്ര അതിലെ വരുന്നുണ്ട്. ചന്ദ്ര വന്നിട്ട് എന്താ മനുഷ്യ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എന്താന്ന് ഞാൻ പറഞ്ഞു തരാം, അല്ല നിന്റെ പൊന്നാര മക്കൾ എന്തേ, ശ്രുതിയും ഒക്കെ എന്തേ, വിളിക്കാൻ പറഞ്ഞു. എന്താ പറ്റിയത് രവിയേട്ട, എന്താണെങ്കിലും പറയാൻ പറയുമ്പം ഇതേ പറയാനുള്ളതല്ല കാണിക്കാനുള്ളതാ. നീയൊക്കെ കൂടി എൻ്റെ മോനെ എന്നാടി നീയൊക്കെ കൂടി പറഞ്ഞത്, എൻ്റെ മോനെ അങ്ങോട്ടൊരു അവസരം കിട്ടിയപ്പോ എല്ലാവരും കൂടി അങ്ങോട്ട് ചവിട്ടി തേക്കുമല്ലായിരുന്നോ, അവൻ കുടിയനാണ്, അവൻ കുടിച്ചു വണ്ടി ഓടിക്കും, എന്നിട്ട് കാണടി. അപ്പോഴത്തേക്ക് ശ്രുതിയും വന്നു കേട്ടോ. അപ്പം ശ്രുതി ചോദിച്ചു എന്താച്ചാ, അത് പിന്നെ ഇതങ്ങ് മോൻ TV അങ്ങ് കുത്ത്, എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കാണാന്ന് പറഞ്ഞു. അങ്ങനെ TV കുത്തി കണ്ടപ്പോഴത്തേക്കുമാണ് അന്തം വിട്ട് കുന്തം പോലെ നമ്മുടെ ശ്രുതിയും അതുപോലെ ചന്ദ്രയും കൂടെ നിൽക്കുന്നത്. അപ്പം ഇവൻ കുടിച്ചിട്ടില്ലായിരുന്നോ എന്ന് നമ്മുടെ ചന്ദ്ര ചോദിച്ചപ്പം ഇല്ല കുടിച്ചിട്ടില്ലായിരുന്നു, നീയൊക്കെ കൂടിയല്ലേടി അവനൊരു മുഴുകുടിയനാക്കിയത്. നാട്ടുകാരോ വിശ്വസിച്ചില്ല, വീട്ടിലുള്ളവരെങ്കിലും വിശ്വസിക്കണ്ടേ, നിങ്ങളൊക്കെ പറഞ്ഞ് എരിവ് കയറ്റി എൻ്റെ മോനെ ഞാൻ പോലും വിശ്വസിച്ചില്ല. പാവം, അവൻ എന്തുമാത്രം ഈ 2-3 ദിവസം കൊണ്ട് അനുഭവിച്ചു. എല്ലാവരുടെയും മുമ്പിൽ കെഞ്ചി പറഞ്ഞിട്ടു എല്ലാവരും എൻ്റെ മോനെ എന്നാ പറഞ്ഞത്, അവൻ കുടിയനാണ്, കള്ളു കുടിച്ച് വണ്ടി ഓടിക്കും, അച്ഛന് വെളിയിൽ ഇറങ്ങി നടക്കാൻ പറ്റില്ല, അച്ഛൻ അപമാനം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നോക്ക് എൻ്റെ മോൻ കുടിയനല്ല, പിന്നെ അവന് കിട്ടിയിരിക്കുന്നത് നല്ലൊരു പെണ്ണിനെയാ, അതുകൊണ്ടാ അവൻ കുടിയനല്ലെന്ന് ഇപ്പൊ തെളിഞ്ഞത്. കണ്ടോ രേവതിനെ കണ്ടോ, ഇടീ ഭാര്യമാരായ ഇങ്ങനെ വേണോടി. ഞാൻ എപ്പോഴും രേവതിനെ പുകഴ്ത്തി പറയുമ്പോ നീ എപ്പോഴും എന്നോട് പറയൂലോ രേവതി പുരാണം പാടിക്കൊണ്ട് നടന്നോളാൻ. അങ്ങനെ ഞാൻ രേവതിനെ പുകഴ്ത്തി പറയുന്നുണ്ടെങ്കിൽ കാണടി, ഒരു ഭാര്യ ആയാലേ ഇങ്ങനെയാ ചെയ്യേണ്ടത്. അവക്ക് വേണമെങ്കിൽ അവനെ കുറ്റപ്പെടുത്തി ഇതൊന്നും അന്വേഷിക്കാതെ കണ്ടുപിടിക്കാതെ നടക്കായിരുന്നു. പക്ഷേ
രേവതി ആടി ഇത് പോയി കണ്ടുപിടിച്ചത്. ഇങ്ങനെ വേണോടി ഭാര്യ. ഭാഗ്യം ചെയ്തവനാ എൻ്റെ മോൻ, ഭാഗ്യം. അതുകൊണ്ട് അതുപോലെ ഒരു ഭാര്യനെ എൻ്റെ മോന് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രവീന്ദ്രന്റെ കണ്ണൊക്കെ നിറഞ്ഞ് പടപടാ ഒഴുകാണ്. ഈ ഒരു സമയത്താണ് നമ്മുടെ സച്ചി, രേവതി, ശ്രീകാന്തും കൂടെ വീട്ടിൽ വരുന്നത്. ഏതായാലും സച്ചി, രേവതി, ശ്രീകാന്ത് വീട്ടിൽ വരുന്നു. നമ്മുടെ സച്ചി വന്ന ഉടനെ തന്നെ നമ്മുടെ രവീന്ദ്രൻ ഓടി ചെന്നിട്ട് മോനെ മാപ്പ്, ഈ അച്ഛന് മാപ്പ് താന്നും പറഞ്ഞ് കൈകൂപ്പി നിൽക്കുക. അപ്പോഴത്തേക്കും സച്ചി എന്താ അച്ഛാ മാപ്പോ? അയ്യോ അങ്ങനെയൊന്നും അച്ഛൻ എന്നോട് പറയില്ലേ അച്ഛാ, അച്ഛന് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായതല്ലേ, അല്ലെങ്കിലും ആർക്കാണെങ്കിലും ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണയല്ലേ അച്ഛൻ ഉണ്ടായത്. സാരമില്ല പോട്ടെ അച്ഛാ, അതൊക്കെ അങ്ങ് വിട്ടുകള. എങ്കിലും എൻ്റെ പൊന്നു സച്ചി, നിന്നെ ഞാൻ അവിശ്വസിച്ചല്ലോ. സാരമില്ല അച്ഛാ പോട്ടെ, ഞാൻ പറഞ്ഞില്ലേ. ഏതായാലും ഇപ്പൊ എല്ലാവർക്കും സത്യം പിടികിട്ടിയില്ലേ, സത്യം മനസ്സിലായില്ലേ. രേവതി കാരണം സത്യം എല്ലാം വെളിയിൽ വന്നല്ലോ, എനിക്ക് അത് മാത്രം മതി. പിന്നെ ഇവിടെ കുറെ പേര് എൻ്റെ ഭാര്യനെ ഇട്ട് പൊരിച്ചത് ഞാനൊക്കെ അറിഞ്ഞു. അവസരം കിട്ടാൻ നോക്കിയിരിക്കായിരുന്നല്ലോ എൻ്റെ ഭാര്യയുടെ മെക്കിട്ട് കയറാനായിട്ട്. അപ്പൊ നമ്മുടെ രേവതി തന്നെ ശ്രുതിയുടെ മുമ്പിലേക്ക് ചെന്ന് എന്ന് പറയുന്നുണ്ട്. അതെ, ശ്രുതി എന്നോട് കുറച്ച് ദിവസം മുമ്പ് ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ, ഭർത്താവ് വഴി തെറ്റിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കൂട്ടു നിൽക്കാൻ പാടില്ലെന്ന്. ഒരിക്കലും ഈ രേവതി ഭർത്താവ് വഴി തെറ്റിപ്പോയാൽ കൂട്ടു നിൽക്കില്ല. ആ വഴി തെറ്റിപ്പോയാൽ പോകുന്ന കാരണം എന്താണെന്ന് അറിഞ്ഞ് അതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് അറിഞ്ഞിട്ടേ കുറ്റപ്പെടുത്തത്തുള്ളൂ. അതിനെ ഈ രേവതിക്ക് കഴിയത്തുള്ളൂ. അല്ലാതെ മറ്റുള്ളവരുടെ വാക്കോ കണ്ടവരുടെ വാക്കോ പറയുന്നത് കേട്ട് ഈ രേവതിയുടെ ഭർത്താവിനെ തള്ളിപ്പറയില്ല, ആരെയും തള്ളിപ്പറയില്ല. ഒന്നെങ്കിൽ ചെവി കൊണ്ട് കേട്ട് കണ്ണുകൊണ്ട് വിശ്വസിക്കണം രേവതിക്ക്. ഇതേ പറഞ്ഞതൊക്കെ പറഞ്ഞു. ഇനി എൻ്റെ ഭർത്താവിനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. അപ്പോഴത്തേക്കാണെങ്കിൽ ശ്രുതി പറഞ്ഞു, അല്ല ഇപ്പൊ പറയുന്നത് കേട്ടാ തോന്നും ഇവൻ കുടിക്കാറേ ഇല്ലെന്ന്. ഇവൻ കുടിക്കൂലോ, അതുകൊണ്ടാണല്ലോ നമുക്ക് സംശയം തോന്നിയത്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ അടുത്ത് സച്ചി ഇങ്ങ് വന്നിട്ട്, അതേ എടാ ഓട്ടക്കാരാ നിർത്ത്, നീ ഓടിയതും ചാടിയതും ഒക്കെ പറഞ്ഞ് ഞാൻ നിന്നെ ഇടയ്ക്കിടയ്ക്ക് പിരിവെട്ടിക്കാറുണ്ട്, അതുപോലെ ഇങ്ങോട്ടേക്ക് പിരിവെട്ടിക്കാൻ വരല്ലേ. നീ ഓടി ചിലപ്പോ എന്നെ തോപ്പിക്കുമായിരിക്കും, അതുപോലെ അല്ല ഞാൻ, അറിയാലോ എന്റെ കാര്യം. അതുകൊണ്ട് പിച്ചെടുത്ത് ജീവിച്ചോ, കുഴപ്പമില്ല. പക്ഷെ എന്റെ തലയിൽ കയറാൻ വരരുതേ, മാറ്. അതേ കെട്ടിയവനെ വിളിച്ചോണ്ടങ്ങ് പോകാൻ നോക്ക് എന്ന് ശ്രുതിയോടും പറഞ്ഞു. ശ്രുതിയും ചമ്മി നാറി വിളറി വെളുത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഏതായാലും രേവതിയുടെയും സച്ചിയുടെയും കുറച്ച് റൊമാൻസ് സീനുകളൊക്കെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതിയും അതുപോലെ ശ്രുതിയും വർഷയും കൂടി ചേർന്ന് ഭയങ്കര ആലോചനയൊക്കെയാണ് കിച്ചണിലെ. അപ്പൊ എങ്ങനെയെങ്കിലും ശ്രുതിക്കൊരു പുതിയ ബിസിനസ് തുടങ്ങണം, ശ്രുതിനെ കൊണ്ട് തുടങ്ങിക്കണം. അപ്പൊ അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചു പിറക്കിയൊക്കെ നിൽക്കുകയാണ്. അപ്പൊ വർഷം ഓരോരോ ഐഡിയാസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു കാര്യം ചെയ്യും, ഒരു ഡബ്ബിംഗ് സ്റ്റുഡിയോ തുടങ്ങി, ഇപ്പൊ അതാ ലാഭം എന്നൊക്കെ പറയുന്നത്. അപ്പം പറഞ്ഞു അത് ശ്രുതിക്ക് കിളിച്ചു പിടിക്കില്ല, ശ്രുതിക്ക് പറ്റിയൊരു ഇത് നോക്കണമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പൊ അവരിങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇതേ സമയം ആയിക്കോട്ടെ മേളില് നമ്മുടെ ശ്രുതിയും സച്ചിയും ശ്രീകാന്തും കൂടെ ഭയങ്കര ആലോചനയാണ് ബിസിനസിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ. ഇതിനിടയ്ക്ക് ഒരു കാർ മേടിക്കുന്നുണ്ട് കേട്ടോ, അത് ഞാൻ പറയാൻ മറന്നുപോയി. നമ്മുടെ ശ്രുതിയും കൂടി ചേർന്ന് ഒരു കാറ് മേടിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പൊ ആ കാറ് മേടിച്ചു വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നു. ചന്ദ്ര തുള്ളി ചാടി മറിയുന്നു. അയ്യോ എൻ്റെ മകൻ കാർ എടുത്തല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പാട്ടുപാടി. എൻ്റെ പൊന്നെ നിലത്തൊന്നും അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ അങ്ങോട്ട് തുടങ്ങിയില്ലേ നമ്മുടെ ചന്ദ്ര, കണ്ടു പഠിക്കേ എൻ്റെ മകൻ കാർ എടുത്തു. ഏതാണ്ട് സച്ചിയും രേവതി ഒന്നും ചെയ്യാത്ത പോലെയാണ് പറയുന്നത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ശ്രുതിക്കല്ല വർഷയ്ക്ക് വേണമെങ്കിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പുതിയ കാർ വരെ എടുക്കാം, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പിന്നെ നമ്മുടെ പുന്നാര മോനാണല്ലോ ശ്രുതി. അപ്പൊ ശ്രുതി കാർ എടുത്തതിന്റെ ആ ഒരു ഗമ നമ്മുടെ ചന്ദ്രയ്ക്ക് കാണുമല്ലോ. അപ്പൊ ഏതെങ്കിലും ചന്ദ്ര ഇങ്ങനെ ഗമയ്ക്കൊക്കെ പറഞ്ഞു നടന്നപ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്ക് ഈ കാറ് കണ്ടിട്ടങ്ങ് പിടിച്ചില്ല കേട്ടോ. കാരണം സച്ചിക്ക് ഏകദേശം ആ കാറിന്റെ ഒരു സ്ട്രക്ചറൊക്കെ കാണുമ്പോൾ അറിയാലോ നല്ലതാണോ അതോ ഇനിയിപ്പം എന്തെങ്കിലും നമുക്ക് ലൈഫ് ലോങ് ഉപയോഗിക്കാൻ പറ്റുന്നതാണോ എന്നൊക്കെ. അപ്പൊ കാറ് കണ്ടപ്പോഴത്തേക്കും പറഞ്ഞു, ഇതിന് എത്ര ലക്ഷം രൂപയായിടാ? ഇതിന് 4 ലക്ഷം രൂപയായി. ഇടം മരമണ്ട, ഇതിനൊരു 2 ലക്ഷം രൂപ ഒരു ഡിമാൻഡ് ഉള്ളടാ ഇപ്പം. ഇവന്റെയൊക്കെ ഒരു കാര്യം, കാർ എടുക്കാൻ പോകുമ്പോൾ അറിയാവുന്നവരോട് ചോദിക്കണ്ടേ. അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് ശ്രുതി കയറി വന്ന് പറഞ്ഞത്, അതിന് കാറിന്റെ എഞ്ചിനീയർ ഒന്നും അല്ലല്ലോ ഈ പറയുന്ന സച്ചി. കാർ എടുക്കാൻ പോകുമ്പോൾ ചോദിക്കാൻ എഞ്ചിനീയർ വല്ലതും ആണോ? കാറിന്റെ എഞ്ചിനീയർ ഒന്നും അല്ല, പക്ഷെ എനിക്ക് കാറിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. ഇപ്പൊ രേവതിയും പറഞ്ഞു കേട്ടോ, അതെ സച്ചിയേട്ടന് കാറിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. അല്ല സച്ചിയേട്ടന്റെ കൂട്ടുകാരന്മാർ പോലും കാർ എടുക്കാൻ പോകുമ്പോൾ സച്ചിയേട്ടൻ ഞാൻ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ശ്രീകാന്തും പറഞ്ഞു, അത് ശരിയാ, സച്ചിയേട്ടന് കാറിനെ കുറിച്ചും ഡ്രൈവിങ്ങിനെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം, അതിന് നല്ല എക്സ്പെർട്ട് തന്നെയാണ് എൻ്റെ സച്ചിയേട്ടൻ എന്നും പറയുന്നുണ്ട് കേട്ടോ.
അപ്പൊ സച്ചേട്ടൻ പറഞ്ഞു സച്ചി പറഞ്ഞു ഇനിയിപ്പോ എന്ത് ചെയ്യാനാ, എടുത്തു പോയില്ലേ, വെറും 2 ലക്ഷം രൂപയുടെ സാധനം 4 ലക്ഷം രൂപയ്ക്ക് നീ എടുത്തു ചാടി എടുത്തല്ലോടാ, ഏതായാലും നിന്നെയൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഈ സീൻ കഴിഞ്ഞിട്ടാണ് നമ്മുടെ രേവതിയും ശ്രുതി വർഷയും കൂടി അടുക്കളയിൽ നിന്ന് സംസാരിക്കുന്നതും, അതുപോലെ തന്നെ ശ്രീകാന്തും ശ്രുതിയും സച്ചിയും കൂടി മേളിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ബിസിനസിനെ കുറിച്ചൊക്കെ. അതിനിടയ്ക്കാണ് കാറൊക്കെ എടുത്തതിൻ്റെ ഒരു ചെലവ് ചെയ്യടാന്നൊക്കെ പറഞ്ഞ് ശ്രുതിയോട് പറഞ്ഞത്. ഏതായാലും ശ്രുതി ചെലവൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ചെലവ് ചെയ്ത് സത്യം പറഞ്ഞ ശ്രുതിയാണ് 4 കാലിലാവുന്നത്. നമ്മുടെ സച്ചിയും ശ്രീകാന്തും അത്രയ്ക്ക് കാര്യമായിട്ട് കുടിക്കുന്നൊന്നുമില്ല. അയ്യോ, പറഞ്ഞിരുന്ന് നമ്മുടെ ശ്രുതി നന്നായിട്ട് അകത്താക്കാണ് കേട്ടോ. അപ്പൊ ഈ ഒരു സമയമാണെങ്കിൽ കിച്ചണിൽ ഇവർ ബിസിനസിനെ കുറിച്ച് സംസാരിക്കാണല്ലോ, പെണ്ണുങ്ങൾ 3 പേരും കൂടെ. അപ്പൊ മേളിൽ നിന്ന് ബഹളമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, സച്ചി കുടിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നത്, മണ്ടേന്ന് നല്ല ബഹളം കേൾക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, സച്ചേട്ടൻ ഇന്ന് കുടിക്കുന്ന എനിക്ക് തോന്നുന്നില്ല, സച്ചേട്ടൻ കുടിക്കില്ല. പിന്നെ അതൊക്കെ നിന്റെ തോന്നലാ രേവതി, നല്ല അലർച്ച മേളിൽ നിന്ന് കേൾക്കുന്നുണ്ട്, നിന്റെ സച്ചി 4 കാലയിലാന്നാ തോന്നുന്നതെന്ന് പറഞ്ഞ് ഇവര് 4 പേരും കൂടി അങ്ങ് ചെന്നു. 4 പേരല്ല, സോറി 3 പേരും കൂടി അങ്ങ് ചെന്നു. അപ്പം 4 കാലയിൽ നിൽക്കുന്നത് ആരാ, നമ്മുടെ ശ്രുതി. ഒരു തരത്തിൽ ശ്രുതിനെ നമ്മുടെ ശ്രുതി പിടിച്ചു വലിച്ച് ഇഴച്ചോണ്ട് വന്നു കേട്ടോ. ടെറസിന്റെ മണ്ടയിൽ നീ വെച്ചിട്ടുണ്ട്, നോക്കിക്കോ, കള്ളു കുടിക്കാൻ വേണ്ടി കൂടിയേക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതിനെ പേടിപ്പിച്ച് താഴേക്ക് കൊണ്ടുവന്നു. ചന്ദ്രൻ നോക്കിയപ്പോഴത്തേക്കും ദേ കിടക്കുന്നു നമ്മുടെ ശ്രുതി 4 കാലില്. അങ്ങനെ ശ്രുതി ഓർത്തു സച്ചിയാ കുടിച്ചു തന്നു. എന്നിട്ട് ശ്രുതി പെട്ടെന്ന് ശ്രുതിനെയും കൂട്ടി അകത്തേക്ക് പോയിട്ടോ. ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ സച്ചിയുണ്ട്, ശ്രീകാന്തും അകത്തേക്ക് പോയി. അപ്പൊ രേവതി ചോദിച്ചു, അതെന്താ സച്ചേട്ടൻ കുടിക്കാത്ത, സച്ചേട്ടൻ കുടിച്ചില്ലേ? അത് പിന്നെ ഞാൻ കുടിച്ചില്ല. ഇതോടെ പറയല്ലോ കേട്ടോ, സത്യമായിട്ട് രേവതി ഞാൻ കുടിച്ചില്ല. അതെന്താ സച്ചേട്ടൻ കുടിക്കാത്തത്? കുടിക്കേണ്ടതായിരുന്നല്ലോ. അത് പിന്നെ കുടിക്കാൻ എനിക്ക് തോന്നണ്ടേ? ഇന്ന് എനിക്ക് തോന്നിയില്ല, തോന്നുമ്പോ ഞാൻ കുടിക്കും. അപ്പൊ സച്ചേട്ടൻ ഇനി കുടിക്കുവോ? കുടിക്കും, തോന്നുമ്പോ ഞാൻ കുടിക്കില്ലെന്ന് ആരോട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, വാക്ക് തന്നിട്ടുണ്ടോ? എനിക്ക് തോന്നുമ്പോ ഞാൻ കുടിക്കും, അത് എന്റെ കാര്യം എന്നിങ്ങനെ സച്ചി പറയുകയും ചെയ്തു. രേവതി പിന്നെ പറയാനൊന്നും പോയില്ല. മസിൽ പിടിക്കേണ്ട കാര്യമില്ല, നമ്മുടെ സച്ചി അങ്ങനെ വലിയ ഓവറായിട്ട് കുടിക്കുകയൊന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് മസിൽ പിടിക്കേണ്ട കാര്യമില്ല രേവതിക്ക്. അപ്പൊ അങ്ങനെ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ സച്ചി ഇങ്ങനെ ടൗണിലൂടെ നടക്കുമ്പോഴാണ് സച്ചിയുടെ പരിചയക്കാരന് ഒരാളെ കാണുന്നത്. അപ്പം പെട്ടെന്ന് കയറി നമ്മുടെ സച്ചി മിണ്ടി, എന്താ ഇവിടെയെന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഈ കട കാലിയാക്കാണ്, ഈ കട വിൽക്കാൻ കിടക്കാണ്, അപ്പൊ ആ കട നോക്കാൻ വേണ്ടി ഞാൻ വന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഒരു കട നോക്കിയപ്പോഴത്തേക്ക് ഈ TV, ഫ്രിഡ്ജ്, എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം വിൽക്കുന്ന ഒരു കടയാണ്. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, അല്ല ഇതെന്താ ഇപ്പം വിൽക്കുന്നത്? അപ്പം ആ കടയിലെ മുതലാളി പറഞ്ഞു, അതെ ഞാൻ മക്കളുടെ കൂടെ പുറത്തു പോവുകയാണ്, അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ എനിക്കിതിന് നോക്കി നടത്താൻ പറ്റില്ലല്ലോ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ കട വിൽക്കുന്നതെന്ന് പറഞ്ഞു. ആണോ? എങ്കിൽ പിന്നെ എന്റെ കയ്യിലെ ഒരു ആളുണ്ട്, അവര് മേടിക്കൂല്ലോ എന്ന് ഞാനൊന്ന് അറിയട്ടെ, ഇപ്പൊ തൽക്കാലം ഇത് ആർക്കും കൊടുക്കരുത്, ഇന്നൊരു ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യണം, എൻ്റെ ചേട്ടന് വേണ്ടി തന്നെയാണ്, എൻ്റെ ചേട്ടൻ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി നടക്കുകയാണ്, അപ്പം അവരോടൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. ഏതായാലും നമ്മുടെ സച്ചി നല്ല കാര്യം തന്നെയാണ് ചെയ്യുന്നത്. ഇത് ചെന്ന് വീട്ടിൽ പറയാണ്, എവിടെ, നമ്മുടെ ചന്ദ്രോദയത്ത്. അപ്പൊ ചന്ദ്രോദയ്ക്ക് ആദ്യം ചെന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്രയൊക്കെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. കാരണം ചന്ദ്രയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അയ്യോ ഇവനല്ലേ കൊണ്ടുവന്നത്, ഇവൻ വല്ല കെണിയിലും ചാടിക്കാനായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിനെ ഇങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും ഇത് ശ്രുതിക്ക് മനസ്സിലാവുമല്ലോ ഏകദേശം. ശ്രുതിക്ക് ഇത് കേട്ട് കഴിയുമ്പോൾ നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയാനുള്ള വെളിവും ബോധവും വെള്ളിയാഴ്ച ഉള്ളത് കൊണ്ട് തന്നെ ശ്രുതി ഇത് കേട്ടപ്പോൾ ശ്രുതിക്ക് മനസ്സിലായി ഏതായാലും ഇത് ലാഭമുള്ള കേസ് തന്നെയാണ് എന്ന് മനസ്സിലായി. അപ്പൊ ശ്രുതി പറഞ്ഞു, എങ്കിൽ പിന്നെ സച്ചി നമുക്ക് നാളെ ഒന്ന് കാണാൻ പോകാം, ശ്രുതി നമുക്ക് നാളെ ഒന്ന് കാണാൻ പോകാമെന്ന് പറയാണ്. അങ്ങനെ ഇവര് കടയൊക്കെ കാണാൻ പോവാണ് കേട്ടോ. അങ്ങനെ കട കാണാൻ പോകുന്നു, കട കാണുന്നു. കട കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് അത് ഒത്തിരി ഇഷ്ടാവുകയാണ്. ശ്രുതിക്കും ഒത്തിരി ഇഷ്ടാവുകയാണ്. എല്ലാവർക്കും കട പിടിച്ചു കേട്ടോ, കട ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മുടെ ശ്രുതി ആ ഒരു സീറ്റിലൊക്കെ എന്താ പറയാ, മുതലാളിയുടെ ആ ഒരു സീറ്റിലൊക്കെ കയറിയിരുന്നു. ഞാനിവിടെ MD ആയിട്ട് ഇരിക്കേണ്ട ആളല്ലേ എന്നൊക്കെ പറഞ്ഞ് കയറിയിരുന്നു. ഇത് കാണുമ്പോൾ ചന്ദ്രയ്ക്കും ശ്രുതിക്കും ഒക്കെ സന്തോഷമാവുകയാണ്. സച്ചിക്കും സന്തോഷം മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം സച്ചിയാണല്ലോ ഈ കട എടുത്തു കൊടുത്തത്. ആ ഒരു നന്ദിയൊന്നും ശ്രുതിക്കും ഇല്ല, അത് വേറെ കാര്യം. ചന്ദ്രയ്ക്കും ഒട്ടുമില്ല. അങ്ങനെ അവർ ആ കട മേടിക്കുകയാണ് കേട്ടോ. അങ്ങനെ മേടിച്ചു. ഇനിയിപ്പോൾ ഉദ്ഘാടനമൊക്കെ നടത്തണം. അതിന് മുമ്പായിട്ട് തന്നെ കടയ്ക്ക് പേരൊക്കെ ഇടണമല്ലോ. അപ്പം തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും കടയുടെ ചർച്ചയും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ കടയ്ക്ക് എന്ത് പേരിടണമെന്ന് ലാസ്റ്റ് ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ്. അപ്പോഴത്തേക്കും ചന്ദ്രയുടെ വിചാരം ചന്ദ്രയുടെ പേര് ഇടുമായിരിക്കും, ഇപ്പം ചന്ദ്രയുടെ പേര് പറയുമായിരിക്കും എന്ന് പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ ആകാംക്ഷപൂർവ്വം നോക്കിയിരിക്കുകയാണ്. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ശ്രുതിയും കൂടെ നമുക്കൊരു നല്ലൊരു പേര് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞ് മാറിപ്പോയത്. അപ്പൊ ചന്ദ്രയ്ക്ക് മനസ്സിലായി ചന്ദ്രയുടെ പേര് ഇടില്ല എന്ന്. പക്ഷെ നമ്മുടെ സച്ചിക്ക് നന്നായിട്ട് ചന്ദ്രനെ അറിയാം. അതുകൊണ്ട് തന്നെ ചന്ദ്രയുടെ ഈ മുഖഭാവവും ചന്ദ്ര ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കാൻ കേട്ടോ. കാരണം ശ്രുതി
ചന്ദ്രയുടെ പേരിടും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതൊക്കെ അതൊക്കെ എന്താ പറയുക, തെറ്റിച്ചപ്പോൾ ശ്രുതി പേരിടില്ല എന്ന് കണ്ടപ്പോൾ ചന്ദ്രയ്ക്കുണ്ടായ ഒരു മാനസികാവസ്ഥ, ഒരു ബുദ്ധിമുട്ട്. എങ്കിലും എൻ്റെ മോൻ എൻ്റെ പേരിട്ടില്ലല്ലോ, അവന് നാഴികയ്ക്ക് 40 വട്ടം അവനൊരു ബിസിനസ് നടക്കുമ്പോൾ എൻ്റെ പേരിടെന്ന് പറഞ്ഞിട്ട് അവനിപ്പോൾ അത് പറയുന്നില്ലല്ലോ എന്നുള്ളൊരു ഇത്. അതിനിടയിൽ നമ്മുടെ ചന്ദ്രയ്ക്ക് എടുത്തു ചാടിയിട്ട് പറയാനും പറ്റില്ലല്ലോ, എൻ്റെ പേരിടാൻ പറയാനും പറയാനും പറ്റില്ലല്ലോ ആ ഒരു അവസ്ഥ. അപ്പം ഈ ഒരു അവസ്ഥ കണ്ടപ്പോൾ സച്ചിക്ക് ഭയങ്കര വിഷമം തോന്നുകയാണ് കേട്ടോ. കാരണം ഇത്രയധികം നമ്മുടെ സുധീനെ ചന്ദ്ര ഇങ്ങനെ കൈവെള്ളെ കൊണ്ട് നടന്നിട്ടും അമ്മയുടെ ആ ഒരു ഇതൊന്നും സ്നേഹമൊന്നും ഇല്ല നമ്മുടെ ശ്രുതിക്ക്. അപ്പൊ ആ ഒരു ഇത് കണ്ടിട്ട് ദേഷ്യം വന്നിട്ട് നമ്മുടെ സച്ചി എന്ത് ചെയ്യുന്നു, നേരെ പോവുകയാണ് ശ്രുതിയുടെ റൂമിലേക്ക്. എടാ നീ എന്നെ പരിപാടിയാടാ നീ കാണിച്ചത്, നിന്നെ ആ തള്ള കൈവെള്ളെ കൊണ്ട് നടക്കുന്നതല്ലേടാ, നിന്നെ നാഴിക്ക് 40 വട്ടം ശ്രുതി 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 എന്ന് പറഞ്ഞ് വിളിച്ച് നിന്നെ പുറകെ നടന്ന് സ്നേഹിക്കുന്നതല്ലേടാ, എന്നിട്ട് നീ എന്താടാ ഈ കാണിക്കുന്നത്, നിനക്ക് നന്ദി ഉണ്ടോടാ, നന്ദി, നിനക്ക് അമ്മയുടെ പേരിട്ടാൽ എന്താടാ കുഴപ്പം, മര്യാദയ്ക്ക് അമ്മയുടെ പേരിട്ടോണം എന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതിനെ ചെന്ന് ഭീഷണിപ്പെടുത്തുക. സത്യം പറഞ്ഞിട്ടുണ്ട് ശ്രുതി വരെ ഞെട്ടിപ്പോയി. സച്ചി ഇങ്ങനെ ചന്ദ്രനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയും ചന്ദ്രയുടെ പേരിടാൻ പറയുകയും അതുപോലെ ചന്ദ്രയ്ക്ക് വിഷമമായി എന്ന് അറിഞ്ഞപ്പോൾ സച്ചിയുടെ ആ ഒരു മാനസികാവസ്ഥയൊക്കെ കണ്ടപ്പോഴത്തേക്ക് ശ്രുതി സഹിതം ഞെട്ടിപ്പോവാണ്. അപ്പൊ സച്ചിക്ക് ചന്ദ്രയോട് അത്ര സ്നേഹം ഉണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. അപ്പൊ രേവതി ആണെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതിക്കും വല്ലാത്തൊരു അത്ഭുതമോ എന്തോ, ഇത്രയും നമ്മുടെ ചന്ദ്രനെ സച്ചി സ്നേഹിക്കുന്നുണ്ട് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലാവുകയാണ് കേട്ടോ. ഏതായാലും ലാസ്റ്റ് നമ്മുടെ ശ്രുതിയും അതുപോലെ ശ്രുതിയും ഇടാൻ പോകുന്നത് ചന്ദ്രയുടെ പേര് തന്നെയാണ്. അത് സച്ചി ഒറ്റ ഒരുത്തൻ കാരണമാണ് ആ പേര് ഇടുന്നത്. ഇല്ലെങ്കിൽ ശ്രുതിയും ആ പേര് ഇടില്ല, അത് 100% ഉറപ്പാണ്. നമ്മുടെ സച്ചി ഭീഷണിപ്പെടുത്തിയോണ്ട് മാത്രമാണ് ആ ഒരു പേര് ഇടുന്നത് കേട്ടോ. ഏതായാലും സച്ചിയുടെ ഈ ഒരു സ്നേഹം കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്ക് ഭയങ്കരമായിട്ട് സംശയം, ഇതെന്താ പിന്നെ ഇവർക്കിടയിലെ പ്രശ്നം എന്നറിയാൻ ഒരു ആഗ്രഹം. അങ്ങനെ സച്ചിയോട് പോയി ചോദിക്കുകയാണ് കേട്ടോ, എന്താ സച്ചേട്ടന് പറ്റിയത്, എന്താണ് അമ്മയോട് സച്ചേട്ടന് സ്നേഹം ഉണ്ടെന്ന് എനിക്കറിയാം, ഇത്ര സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ എന്താ അമ്മയ്ക്ക് സച്ചേട്ടനോട് ഇങ്ങനെ, ഇതിന്റെ പിന്നിൽ ഇതെന്താണെന്ന് എന്നോടൊന്ന് തുറന്നു പറയാൻ പറഞ്ഞിങ്ങനെ രേവതി ചോദിക്കുന്നുണ്ട്. പക്ഷെ സച്ചി പറയാൻ തുടങ്ങുന്നുണ്ട്, പക്ഷെ സച്ചി പറയുന്നില്ല കേട്ടോ. കാര്യങ്ങളൊന്നും സച്ചി പറയുന്നില്ല. ഏതായാലും രേവതിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തൊക്കെയോ ഫ്ലാഷ് ബാക്കുകൾ അവിടെ തങ്ങിക്കിടപ്പുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ഏതായാലും ഇതിനോടൊപ്പം തന്നെ അച്ഛമ്മേനെ ഇവരുടെ ഉദ്ഘാടനത്തിന് വിളിക്കാനൊക്കെ ഇടയ്ക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അച്ഛമ്മേനെയും കൂടെ വിളിക്കണം, കടയുടെ ഉദ്ഘാടനത്തിന് പ്ലാൻ ചെയ്യുന്നുണ്ട്, അതുമൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞ് വേറൊരു കോമഡിയും കൂടെ ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. നമ്മുടെ വർഷയുടെയും ശ്രീകാന്തിന്റെയും കാര്യം കോമഡിയാണല്ലോ. ശ്രീകാന്ത് പെട്ടെന്ന് റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് വന്നപ്പോൾ നമ്മുടെ വർഷയാണെങ്കിൽ ശ്രീകാന്തിന്റെ ഷർട്ട് എടുത്ത് തുള്ളല്. ശ്രീകാന്ത് ഇത് കണ്ടിട്ട് ഇത് എന്താ പെണ്ണെ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ എനിക്ക് ശ്രീകാന്തിനോടുള്ള സ്നേഹം, അതുകൊണ്ട് ശ്രീകാന്ത് എന്നെ സ്നേഹിക്കണം, അപ്പൊ എന്റെ നൈറ്റി ഇടാൻ പറഞ്ഞപ്പോൾ ആ ശ്രീകാന്തിനെ കൊണ്ട് നൈറ്റി ഇടിപ്പിച്ചിട്ട് എന്റെ പൊന്നോ അവിടെ കിടന്ന് കാണിക്കുന്ന പുകില്. നമ്മുടെ ശ്രീകാന്തിനെ പറഞ്ഞ് അടുക്കളയിലേക്ക് വിടുന്നു. പാവ ശ്രീകാന്ത് അടുക്കളയിലേക്ക് നൈറ്റി ഇട്ടുകൊണ്ട് പോയി വെള്ളം എടുക്കാൻ. പാതിരാത്രി ആരും ഇല്ലെന്നോർത്ത് പോയതാ. പക്ഷെ വെള്ളം എടുക്കാൻ വന്നപ്പോഴാണ് ദാ വരുന്നു ചന്ദ്ര എണീറ്റ് വന്നപ്പം ദേ അടുക്കളയിൽ ഏതോ ഒരു സ്ത്രീ നിൽക്കുന്നു. അയ്യോ, ചന്ദ്ര പിന്നെ അവിടെ കിടന്ന് കാറി എല്ലാവരെയും വിളിച്ചു കൂട്ടി. നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ശ്രീകാന്താണ്. അതൊരു ചെറിയ കോമഡി തന്നെയാട്ടോ. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ടൊരു അടിപൊളി വിശേഷമാണ് കേട്ടോ അടുത്ത ആഴ്ച വരാൻ പോകുന്നത്. അടുത്ത ആഴ്ചയിൽ ഏകദേശം ഫുൾ വിശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം അല്ലെങ്കിൽ നല്ലൊരു സായാഹ്നം ആശംസിച്ചുകൊണ്ട് നിർത്തിയാണ്. ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.